ചെവി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഞാൻ പറയണത് കേട്ടത്. അപ്പോൾ നമ്മളിന്ന് റീലെടുക്കാൻ പോവുകയാണ്. മറ്റേ ഞാൻ രാവിലെ നോക്കിയപ്പോഴേ എൻ്റെ മുഖം തവളയുടെ മുഖം പോലെ ഞാൻ ഉണങ്ങി. ഞാൻ ഫോണിലേക്ക് കെട്ടില്ലേ ഞാൻ എവിടെ ഇടണം? ഞാൻ ഫോണി എൻ്റെ കമ്മലെവിടെ? ഓക്കെ, നമ്മൾ ചീച്ചയിലോട്ട് പോവുകയാണ്. നമ്മൾ വെയിലത്തൂടെ നടക്കുകയാണ്. പുറത്തിറങ്ങാത്ത കുറെ വ്ളോഗ്സുമായി അങ്ങനെ നമുക്ക് ബസ് കിട്ടി. അവിടെ ഒരു ഫിഷ് ടാങ്ക് തുടങ്ങി. കണ്ടോ ഗൈസ്, എന്റെ മുടി കളർ അടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കളറെല്ലാം പോയി നരയ്ക്കാൻ തുടങ്ങി തോന്നുന്നു. തൻ്റെ അടുത്തിരിക്കുമ്പോഴാണ് എൻ്റെ മുടി കറുപ്പല്ലെന്ന് കുറച്ചുകൂടെ എടുത്ത് കാണിക്കുന്നത്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നടക്കുവാണ്. അയ്യേ, ഇങ്ങോട്ട് വാ. അവിടെ എത്തിയിട്ട് വീഡിയോ എന്താവുമെന്നൊന്നും അറിയത്തില്ല അല്ലേ? അത് നമ്മൾ എൻ്റെ 2 വീഡിയോയും എടുക്കണം, നമ്മൾ ഒരു വീഡിയോ എടുക്കണം. അത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വെട്ടമുണ്ടോ നോക്കിട്ട് അതൊക്കെ ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഞാൻ അറിഞ്ഞില്ല. എനിക്ക് നോക്ക്, പനിയാണ്. പനിയാണ് എനിക്ക്. സോ ഒരു 1.5 ആഴ്ച ഫുൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഫുൾ റെസ്റ്റ് എടുക്കണം. കുളിച്ചത് പോലും വീട്ടുകാർ കാണാതെ ഓടി ഞാൻ ബാത്റൂമിൽ ഇറങ്ങി കുളിച്ചതായി കാണാതിരിക്കാൻ. എൻ്റെ 2 ചെവിയും അടഞ്ഞിട്ട് എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല നടക്കാൻ. ഞാനൊരുമാതിരി ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അയ്യേ, മനസ്സിലായോ? പക്ഷെ എനിക്ക് ചുറ്റുമുള്ള സൗണ്ട് കേൾക്കാൻ പറ്റണില്ല. ഇന്നലെ ഞാൻ സ്റ്റുവാർഡിറ്റിൽ കണ്ടത് 100 ഡാഡി മമ്മ അവരെ കിടന്ന് വേള. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കേട്ടു. ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി. പണ്ട് ഞാനും കേള് ഞാനും അക്കു, ഞാൻ പറയണത് തനിക്കെങ്കിലും കേൾക്കാമോ? ഞാനും അക്കുവും കൂടെ പണ്ട് ഒക്കെ വരുന്നതിന് മുമ്പ് ഇറങ്ങി ഇതുപോലെ നടക്കും. കേള് ഞാനും അക്കും കൂടെ ഇറങ്ങും. അവിടെ പാളയത്തുനിന്ന് നടക്കും. പാളയത്തുനിന്ന് നടക്കും, എന്നിട്ട് തിരിച്ച് പാളയം വരെ നടക്കും. നമ്മൾ എന്നൊന്നും എത്തൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരുന്നോ? ഞാൻ കറുത്തല്ലേ, ടാൻ അടിച്ച് അല്ല കുരു ഒന്ന് തുടങ്ങി. സ്കിൻ കെയർ ഒന്നും ഇപ്പൊ ചെയ്യാത്തോണ്ടാ. മേക്കപ്പ് ഒന്നും ഇപ്പൊ ഇടാറില്ല. പരിപാടി ഞാൻ ഇടൂലല്ല. ഞാൻ ഒരു 1/2 മണിക്കൂർ സൺസ്ക്രീനും വെച്ചിട്ട് സ്കിൻ കെയർ ഞാൻ പറയും എനിക്ക് എന്റെ മുഖം അല്ല, ഞാൻ പറയും എനിക്ക് ഇട്ടൂടാ, എന്റെ മുഖം അറിയാലോ എനിക്ക് എങ്ങനെ ഇരുന്നേന്ന്. ഈ അതിന്റെ ഇടയിൽ കൂടി മേക്കപ്പ് കൂടെ ഇട്ട് ഒരുവിധം ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ബ്ലഷും ഇടും, കുറച്ച് ഹൈലൈറ്ററും. ആ ബ്ലഷ് ചെയ്യുന്ന കണ്ണിന്
ലിപ്സ്റ്റിക്ക് കണ്ണിന് ഐഷാഡോ. പിന്നെ ഇപ്പം ലിപ്സ്റ്റിക്ക് ഇടൂല, ഈ കളർ ലിപ്സ്റ്റിക്കാണ് പ്രോഗ്രാമിന്. ഇപ്പൊ അതാണെന്നോട് ആരും വിളിക്കാത്ത. അവളെ വിളിക്കാത്ത അവള് മേക്കപ്പ് ഇടൂല. ഇല്ല, സീരിയസ് ആയിട്ട് എനിക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇട്ടാ ഫൗണ്ടേഷൻ ഇട്ട അപ്പൊ ഇങ്ങനെ വരും. അന്ന് ആ ഫാഷൻ ഷോയ്ക്ക് ഇട്ടതിൻ്റെതാണ് ഈ കാണുന്നത്. ഫാഷൻ ഷോയ്ക്ക് ടാങ്ക് നമ്മൾ തലയിരിക്കും തോന്നുന്നു. മോഹൻലാൽ. അയ്യോ അയ്യോ അങ്ങനെ കണ്ട് എന്ത് സിനിമ എടുക്കണത്. 3 മിനിറ്റ്. അല്ല സീരിയസ് ആയിട്ട് അന്ന് നോക്ക്, അന്ന് ഫാഷൻ ഷോയ്ക്ക് ഇട്ടതാണ് ഇവിടെയും കാണുന്നത്. സോ മേക്കപ്പ് അങ്ങ് നിർത്തുന്നത്. ഹായ് ഗൈസ്, നമ്മളങ്ങനെ ജിജയിൽ എത്തിയിട്ടുണ്ട്. പ്രാക്ടീസ് നടക്കുകയാണ്. ഇതാണ് ജിജെ സ്റ്റുഡിയോ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോവാണ്. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറേ ബ്ലൂപ്പേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇടാം. ആൻഡ് ഇനിയിപ്പോൾ നേരെ കനക്കുന്നിലോട്ടാണ് പോവേണ്ടത്. അപ്പോൾ നമ്മളുടെ രണ്ടുപേരുടെ ഒരു റീൽ എടുക്കാനുണ്ട്. ഇപ്പം എൻ്റെ ഫോണാ കാറിലിരുന്ന്. ഓക്കെ, അപ്പോൾ കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ കനക്കുന്നിൽ പോകാൻ വേണ്ടി മ്യൂസിയത്തിനകത്ത് കയറിയപ്പോൾ ചെറുതായിട്ടൊരു കുഞ്ഞു വീഡിയോ കൂടെ. ഇനി നേരെ നമ്മൾ കനക്കുന്നിലോട്ട് അടുത്ത സ്പോട്ടിലൊക്കെ പോവാണ്. നമ്മൾ ഒത്തൻറ്റിക് എങ്ങനെയുണ്ടെന്ന് കുടിച്ചിട്ട് പറയും. കൊള്ളാം, എല്ലാവരും വരണം ഈ ചേച്ചിയുടെ കഥ. ഇതാണ് ഗൈസ് ഈസ്റ്റ് ഫോർട്ട്. അയ്യോ കിട്ടി ഗൈസ്. അങ്ങനെ നമുക്ക്